ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഇന്നിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു പ്ലെയിൻ സാരി എങ്ങനെ എംബ്രോയ്ഡറി ചെയ്ത് മനോഹരമാക്കാം എന്നതിനെ പറ്റിയാണ്. നമുക്ക് ഒരു പ്ലെയിൻ സാരി ഞാനിവിടെ പൈപ്പിംഗ് ചെയ്തെടുത്തിട്ടുണ്ട്. പൈപ്പിംഗ് ചെയ്യാതെയും വർക്ക് ചെയ്യാം. ഒരു പിങ്ക് കളർ പൈപ്പിംഗ് ആണ് കൊടുത്തിരിക്കുന്നത്. എന്നിട്ട് സാരി നിവർത്തി ഒരു കട്ടിലിലോ ടേബിളിലോ നിവർത്തിയിടുക. എന്നിട്ട് ഒരു സൈഡിൽ നിന്ന് നമുക്കിതിൽ ഡിസൈൻ വരച്ച് തുടങ്ങാം. ഒരു സ്കെയിലെടുത്ത് ഒരു സൈഡിൽ നിന്ന് 1 ഇഞ്ച് ഇടവിട്ട് ഡോട്ട്സ് അടയാളപ്പെടുത്തുക. 2, 3, 4, 5, 6, 7 ഇങ്ങനെ 7 ഡോട്ട് അടയാളപ്പെടുത്തും. എന്നിട്ട് സ്കെയിൽ നേരെ വെച്ചിട്ട് 5 ഇഞ്ച് ഹൈറ്റിൽ വീണ്ടും ഒരു ഡോട്ട് ഇടുക. എന്നിട്ട് നമ്മൾ ആദ്യത്തെ ഡോട്ടുമായി യോജിപ്പിക്കുക. അത് കഴിഞ്ഞ് നമ്മുടെ രണ്ടാമത്തെ ഡോട്ട് അവിടെ കൊണ്ടുവച്ചിട്ട് 4 ഇഞ്ച്, അതായത് ഇത് 5, ഇത് 4, അവിടെ ഒരു കുത്തിടുക. എന്നിട്ട് ഈ രണ്ടാമത്തെ ഡോട്ട് യോജിപ്പിക്കുക. വീണ്ടും 1 ഇഞ്ച് കുറച്ച് 3 ഇഞ്ച് ഒരു ഡോട്ട് ഇടുക. അത് ഈ മൂന്നാമത്തെ കുത്തുമായി യോജിപ്പിക്കുക. വീണ്ടും 1 ഇഞ്ച് കുറയ്ക്കുക, 2 ഈ കുത്തുമായി യോജിപ്പിക്കുക. എന്നിട്ട് ഹൈറ്റ് കൂടി പോകും. ഈ ഡോട്ടിൻ്റെ അടുത്ത് വരിക, 3, അടുത്ത ഡോട്ട് 4 ഇഞ്ച്, അടുത്ത ഡോട്ട് 5 ഇഞ്ച്. ഇങ്ങനെ സ്ട്രൈറ്റായി വരയ്ക്കുക. അപ്പോൾ നമുക്ക് വി ഷേപ്പിൽ ഒരു ഡിസൈൻ കിട്ടിക്കഴിഞ്ഞു. ഇതാണ് നമ്മുടെ ഡിസൈൻ. ഇത് കഴിഞ്ഞ് വീണ്ടും നമുക്ക് കണ്ടിന്യൂ ചെയ്ത് ഒരു 1 ഇഞ്ചിൽ ഡോട്ട് ഇടുക. അടുത്ത ഇതേ ഡിസ്റ്റൻസിൽ 4 ഒരു കുത്തിടുക. ഇത് കണ്ടിന്യൂ ചെയ്ത് അങ്ങ് പോവാം. ഇനി സ്റ്റിച്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാൻ 2 നീഡിൽ എടുത്തിട്ടുണ്ട്. ഒന്ന് വലിപ്പമുള്ളത്, അത് നമുക്ക് 6 സ്ട്രാൻഡ്സ് ഉപയോഗിക്കുന്നതിന് വേണ്ടിയും മറ്റേത് 2 സ്ട്രാൻഡ്സിന് വേണ്ടി. അങ്ങനെ 2 ടൈപ്പ് നീഡിൽ വേണം. ഒരു മീഡിയം സൈസ് ഒരു ഫ്രെയിം വേണം. പിന്നെ കുറച്ച് ബീഡ്സ് വേണം. പിന്നെ ത്രെഡ് ഞാൻ ആങ്കറിൻ്റെ ഈ പൈപ്പിങ്ങിൻ്റെ സെയിം കളറിലുള്ള ത്രെഡാണ് എടുത്തിരിക്കുന്നത്. ത്രെഡിൻ്റെ കോഡ് 035 ആണ്. ത്രെഡ് 2 സ്ട്രാൻഡ്സ് എടുക്കുക. താഴെ ഒരു നോട്ട് ഇട്ടിട്ട് ചെറിയ നീഡിൽ കോർത്ത് സാരി ഫ്രെയിമിനകത്ത് ഫിക്സ് ചെയ്തിരിക്കുന്നു. ഇത് ചെയ്യാൻ എല്ലാവർക്കും അറിയാമായിരിക്കും. സാരി ടൈറ്റ് ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ആദ്യം നമ്മളിട്ട ആ ഡോട്ടിൻ്റെ അവിടുന്ന് മുകളിലേക്ക് സൂചി കുത്തിപ്പൊക്കുക. എന്നിട്ട് നമ്മൾ റണ്ണിങ് സ്റ്റിച്ചാണ് ചെയ്യുന്നത്. മുകളിലേക്ക് റണ്ണിങ് സ്റ്റിച്ച് ഇങ്ങനെ ആ ലൈനിലൂടെ കുത്തിപ്പൊക്കി പോവുക. അതിന് സ്ട്രൈറ്റ് ആയിട്ട് കിട്ടാൻ ശ്രദ്ധിക്കുക. ഇതുപോലെ വരും. ഇങ്ങനെ മേലറ്റം വരെ ചെയ്യുക. അതിലൂടെ മേലറ്റം വരെ ചെയ്യാം. ഇത്രയും കണ്ടല്ലോ.
സ്ട്രെയിറ്റ് ആയിട്ട് ഇതുവരെ മേളറ്റം വരെ, മേളിലത്തെ ഡോട്ട് വരെ ഇത് ചെയ്യാം. ഈ സ്ട്രെയിറ്റ് ലൈനിൻ്റെ മേളിൽ ഒരു കുഞ്ഞു ഫ്ലവർ വരുന്ന ഒരു ഡിസൈനാണ് ചെയ്യാൻ പോകുന്നത്. അത് ലേസി ഡേസി ഫ്ലവറാണ്, 4 പെറ്റലുള്ള ലേസി ഡേസി ഫ്ലവർ. അതെങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് നോക്കാം. 6 സ്ട്രാൻഡ്സിൽ ത്രെഡ് എടുത്തു, വലിയ നീഡിലെടുത്തു, നോട്ടിട്ട ശേഷം നമുക്ക് ഇവിടുന്ന് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാം. കുഞ്ഞു ഫ്ലവറാണ് ചെയ്യുന്നത്. ചരിച്ച് വെച്ചിട്ട് സെക്കൻഡ് പെറ്റല് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഫ്ലവർ ഈ ടൈപ്പ് ഫ്ലവർ വരും. ഇതിൻ്റെ നടുവിലായിട്ട് നമുക്കൊരു ബീഡ് വയ്ക്കണം. ഫ്ലവറിൻ്റെ നടുഭാഗത്ത് നിന്ന് നമുക്ക് സൂചി കുത്തിപ്പൊക്കി ബീഡ് കോർത്ത് നടുവിലായി ഫിക്സ് ചെയ്യാം. നമ്മളിവിടെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഫുള്ള് ചെയ്ത് കഴിഞ്ഞു. ഒരു ഫ്ലവറും ചെയ്തു, ബീഡും വെച്ചു. ഇനി അടുത്ത ഫ്ലവർ നമുക്ക് വേണമെങ്കിൽ ഇവിടെ ചെയ്യാം, താഴെ താഴെ ചെയ്തു വരാം. അല്ലെങ്കിൽ ഏറ്റവും ഹൈറ്റ് കൂടിയെടുത്ത് ഒരു ഫ്ലവർ, ഹൈറ്റ് കുറഞ്ഞെടുത്ത ഒരു ഫ്ലവർ, വീണ്ടും ഹൈറ്റ് കൂടിയെടുത്ത ഒരു ഫ്ലവർ, അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് ഹൈറ്റ് കൂടിയെടുത്ത് ഒരെണ്ണം ചെയ്തു, ഇനി ഹൈറ്റ് കുറഞ്ഞെടുത്ത് ഒരു ഫ്ലവർ ചെയ്യാൻ പോവാണ്. കട്ടിൻ്റെ
സാരി മുഴുവനും ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ട്. മുന്താണി പോർഷൻ ഞാൻ കുറച്ചുകൂടെ അടുപ്പിച്ചാണ് ചെയ്തത്. അത് നിങ്ങളെ കാണിച്ചു തരാം. കുറച്ച് അടുപ്പിച്ച് ആണ് ഈ ഫ്ലവേഴ്സ് ചെയ്തിരിക്കുന്നത്. മുഴുവൻ ചെയ്ത് വരുമ്പോൾ ഇങ്ങനെ വരും. ഇപ്പോൾ സാരി ഫുള്ളും തയ്ച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ബ്ലൗസ്, സാരിക്ക് ഈ പൈപ്പിങ്ങിൻ്റെ സെയിം കളർ ബ്ലൗസാണ് എടുത്തിരിക്കുന്നത്. അതിൽ സാരിയുടെ കളർ ത്രെഡ് ഉപയോഗിച്ച് ആ സ്ട്രെയിറ്റ് ലൈനും ഒരു ഫ്ലവറും ചെയ്തിട്ടുണ്ട്. ഇത് രണ്ടും നല്ലൊരു കോമ്പിനേഷനാണ്. ഇതാണ് നമ്മുടെ സാരിയുടെയും ബ്ലൗസിൻ്റെയും ഫൈനൽ ലുക്ക്. ഇനി ഈ സാരി ഉടുത്ത് വരുമ്പോൾ എങ്ങനെയുണ്ടെന്ന് നോക്കാം.